PHP തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഫ്രെയിംവർക്കാണ് Laravel എന്ന് പറയുന്നത്. അപ്പോൾ Laravel യൂസ് ചെയ്ത് നമ്മളെല്ലാവരും ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യാറുണ്ട്. നമ്മളത് ലോക്കൽ സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ലോക്കൽ സിസ്റ്റത്തിൽ ചെയ്ത Laravel പ്രൊജക്റ്റ് നമുക്ക് എങ്ങനെയാണ് ലൈവ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Laravel എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള PHP ഫ്രെയിംവർക്കാണ്. അത് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻസും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു MVC ഫ്രെയിംവർക്കാണ്. അതെങ്ങനെയാണ് നമുക്ക് ലോക്കൽ ഹോസ്റ്റിൽ നമുക്ക് ബിൽഡ് ചെയ്യാം, അതിനുശേഷം നമ്മൾക്ക് അത് ലൈവ് പ്രൊജക്റ്റ് ആക്കി സെർവറിൽ ഇടുന്ന എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിനാദ്യം തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് cPanel യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ഫയൽ, ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ഫയൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ഡേറ്റാബേസും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഡേറ്റാബേസ് ഫയലും ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ പ്രൊജക്റ്റ് ഫയലും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡേറ്റാബേസ് ഫയൽ. പിന്നെ ബാക്കിയുള്ള ഫയൽസാണ് എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഫയൽ. നമ്മളിത് ഗിറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെൻഡർ ഫോൾഡർ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സെർവറിൽ കമ്പോസർ ഇൻസ്റ്റാളിന് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ഹോസ്റ്റിലെല്ലാം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഫയൽ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് വെൻഡർ ഫയൽ ഉണ്ടാവും, അതുപോലെ തന്നെ ENV ഫയൽ ഉണ്ടാവും. ഇതാണ് നമ്മുടെ DB ഫയൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിന് വേണ്ടിയൊരു ഡേറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ PHP നമ്മുടെ cPanel കയറിയ ശേഷം നമുക്ക് നമ്മുടെ ഇവിടെ MySQL ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഞാനൊരു ടെസ്റ്റർ എന്ന് തന്നെ പറഞ്ഞൊരു യൂസർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ആ ഒരു പാസ്വേഡ് ഞാൻ കോപ്പി ചെയ്ത് വെച്ചു. ഓക്കെ, ഞാനിപ്പോൾ അത് കോപ്പി ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ യൂസറിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഒരു ഡേറ്റാബേസും ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾക്കൊരു ഡേറ്റാബേസ് യൂസറും ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു യൂസറും അതുപോലെ തന്നെ ടെസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഡേറ്റാബേസും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ വെച്ചിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു യൂസറിനെ നമ്മൾ ഈ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ PHP MyAdminൽ പോയിട്ട് നമ്മുടെ ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റാബേസ് നമ്മൾ ഫൈൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടേക്ക് ഈ ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റാബേസ് ഫയലിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഞാൻ എൻ്റെ ഫയൽ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഡേറ്റാബേസ് ഫയൽ, ഞാനത് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഡേറ്റാബേസ് ഇമ്പോർട്ടഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ എൻ്റെ ഡൊമെയിൻസിൽ പോയിട്ട് ഞാനൊരു സബ് ഡൊമെയിൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് ഒരു ടെസ്റ്റിംഗ് പർപ്പസിനാണല്ലോ. അപ്പോൾ ഞാൻ tester123.maqa.com ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സബ് ഡൊമെയിൻ. ഓക്കെ, ഞാൻ ഇതിലേക്കാണ് ഞാൻ എൻ്റെ Laravel പ്രൊജക്റ്റിന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഫയൽ. ഓക്കെ, ഇനി നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ മാനേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ പാത്ത് പബ്ലിക് എന്നുള്ള ഒരു ഫോൾഡറിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും നമുക്കിവിടെ വേണമെങ്കിൽ SSL എനേബിൾ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് SSL എനേബിൾ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഫയൽ മാനേജറിൽ പോകുന്നു. അവിടെ നമ്മൾ പോയിട്ട് നമ്മുടെ ഫയൽ നമ്മൾ എടുക്കുന്നു. ഇതാണ് നമ്മുടെ tester123 എന്നുള്ള ഫോൾഡർ. ഓക്കെ, ഇതിൽ എനിക്ക് ആവശ്യമില്ലാത്ത എല്ലാ ഫയൽസും ആദ്യം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അതിനുശേഷം ഞാൻ അപ്ലോഡ് ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഈ പ്രൊജക്റ്റ് മൊത്തത്തിൽ എനിക്ക് അപ്ലോഡ് ചെയ്യണം. ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ പ്രൊജക്റ്റ് ഫയലിനെ മൊത്തത്തിന് വിത്തൗട്ട് ദ SQL ഫയൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ കംപ്രസ് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു ഫയലിനെ ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ എത്തി. ഇപ്പം നമ്മളിവിടെ പബ്ലിക് എന്നുള്ള ഫോൾഡർ ഇവിടെ നമ്മൾ ആ ഒരു സബ് ഡൊമെയിൻ ക്രിയേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. നമുക്ക് ആ ഒരു ഫോൾഡറും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഫോൾഡർ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം ഞാനിവിടെ അപ്ലോഡ് ചെയ്ത ഫയലിവിടെ വന്നു. ഇത് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. ഇനി എനിക്ക് ഇവിടെ എൻ്റെ എല്ലാ ഫയൽസും അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു ഫയൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ENV ഫയൽ ഓൾറെഡി കാണുന്നുണ്ട്.
ഇനി നമ്മൾ ഗിറ്റ് വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ENV ഫയൽ ജനറേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി ഞാൻ എൻ്റെ ENV ഫയൽ എഡിറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഇവിടുന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിൻ്റെ നെയിമും യൂസർ നെയിമും ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് അതിൽ സ്റ്റോറേജിൽ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർമിഷൻ നമ്മൾ 777 ആയിട്ട് മാറ്റേണ്ടി വരും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലറാവൽ പ്രൊജക്റ്റ് നമുക്ക് ലൈവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത ഒരു വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഡാറ്റാബേസ് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡാറ്റാബേസും ഇപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്ത ഒരു ലറാവൽ പ്രൊജക്റ്റ് ഇപ്പോൾ സെർവറിൽ അപ്പായിട്ടുണ്ട്. നമുക്കിതുവഴി നമുക്കിനി അത് ലൈവ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ക്ലയൻറ്റിനെ ഷോക്കേസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് റെഫറൻസിന് യൂസ് ചെയ്യാനൊക്കെ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ലറാവൽ ഫയൽ നമ്മൾ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഞാൻ സബ് ഡൊമെയിൻ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ റൂട്ടിലാണ്, മെയിൻ ഡൊമെയിനിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് ഫോൾഡറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഫയൽസ്, ഫോൾഡറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഫയൽസിനെല്ലാം നമുക്ക് പുറത്തേക്ക് എടുത്തിടാൻ പറ്റും. അതായത് റൂട്ടിലേക്ക് നമുക്ക് മാറ്റിയിട്ട ശേഷം നമ്മുടെ ഇൻഡെക്സ് ഫയലിൻ്റെ ഉള്ളിൽ, ഇതാണ് നമ്മുടെ ഇൻഡെക്സ് ഫയൽ, ഈ ഇൻഡെക്സ് ഫയലിൻ്റെ ഉള്ളിൽ പാത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ. മനസ്സിലായോ? അതായത് ഈ പാത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, എന്തായാലും പബ്ലിക് ഫോൾഡറിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് സെക്യൂരിറ്റി വേസ് കൂടുതൽ നല്ലതെന്നാണ് പറയുന്നത്. എന്തായാലും ലറാവൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യണമെന്നുള്ള സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.